നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചതാണ് മുന്നണികൾക്ക് ആത്മവിശ്വാസം നൽകുന്നത്. വിജയ ശതമാനം ഉയർന്നതോടെ കേരളത്തിൽ അട്ടിമറി വിജയം ഉറപ്പാക്കുകയാണ് BJP. എ ക്ലാസ് മണ്ഡലങ്ങളിലെ മികച്ച പോളിംഗ് അനുകൂലമെന്നാണ് NDA ക്യാമ്പിലെ വിലയിരുത്തൽ. വിശദാംശങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും ശാലിനി ചേരുകയാണ്. ശാലിനി, വലിയ പോളിംഗ് ശതമാനത്തിൽ ഏറെ പ്രതീക്ഷകളോടെയാണ് മുന്നണികൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. കൂട്ടിയും കിഴിച്ചും വിജയസാധ്യതകളെ അവർ ആരായുകയാണ്. അതേസമയം തന്നെ എ ക്ലാസ് മണ്ഡലങ്ങളിലടക്കം ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് NDA ക്യാമ്പുകളുമുള്ളത്, അല്ലേ? KP തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിജയ ശതമാനം ഉയർന്നത് അത് മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അതേസമയം തന്നെ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തലുണ്ടാകുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തമ്മിലടിയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിലയിരുത്തലായി കണക്കാക്കപ്പെടുന്നത്. അതേസമയം NDA സംബന്ധിച്ചിടത്തോളം വികസനം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു വിജയ ശതമാനം അടക്കം ഉയരാനുള്ള സാധ്യതകൾ നൽകിക്കൊണ്ട് ഈ പോളിംഗ് ശതമാനം ഉയർന്നത് എന്നുള്ളതാണ് NDAയുടെ ക്യാമ്പ് വിലയിരുത്തുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങളിലും ഏകദേശം 40ഓളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തിയേറിയ മത്സരം NDAയ്ക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഒരു ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളായി കരുതുന്ന ഈ 35ഓളം വരുന്ന മണ്ഡലങ്ങളിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വിജയ ശതമാനം ഉയർന്നത് ഈ മണ്ഡലങ്ങളിൽ NDAയ്ക്ക് അനുകൂലമാകുമെന്നുള്ളതാണ് BJP പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും കുന്നത്തുനാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ റോക്കറ്റ് വേഗത്തിലാണ് ഇന്നലെ പോളിംഗ് ശതമാനം പോയത്. 80-ന് മുകളിലേക്ക് അവിടുത്തെ പോളിംഗ് ശതമാനം എത്തിയത്. കുന്നത്തുനാടിലെ സസ്പെൻസ് ഇപ്പോഴും എന്താണ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. മറുഭാഗത്ത് തിരുവനന്തപുരത്ത് എപ്പോഴും എ ക്ലാസ് മണ്ഡലങ്ങളായി കരുതുന്ന BJPയുടെ ഉറച്ച സീറ്റുകളായിട്ടുള്ള കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കൂടാതെ നേമം, തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളിൽ സമാനമായ ട്വിസ്റ്റ് നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വി ശിവൻകുട്ടി അടക്കമുള്ളവർ നേമത്തെ CPMന്റെ സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥിയൊക്കെ വലിയ ആത്മവിശ്വാസം പങ്കിട്ടിരുന്നു. വിജയത്തിൽ കുറഞ്ഞൊന്നും അവർക്ക് ലഭിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ വിജയ ശതമാനം ഉയർന്നതോടുകൂടി അവരുടെ ആ ഒരു ആത്മവിശ്വാസം തകർന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വിജയം കിട്ടുമോ എന്നുള്ള ആശങ്ക പോലും ഇപ്പോൾ LDFന്റെ നേതൃത്വത്തിനുണ്ട്. അതേസമയം തന്നെ BJP സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം നേമത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ വലിയ മുന്നേറ്റം 17 കൗൺസിലർമാരെയാണ് നേമ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരുവനന്തപുരം നഗരസഭയിലേക്ക് നൽകിയത്. അപ്പോൾ ആ ഒരു വിജയം, ഒപ്പം തന്നെ നഗരസഭയിലെ വിലയിരുത്തൽ, ഭരണത്തിന്റെ വിലയിരുത്തൽ, കേന്ദ്ര പദ്ധതികൾ കേരളത്തിലേക്ക് എത്തിയ ആ ഒരു നേട്ടം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ മത്സരിക്കുന്നു. ഒപ്പം തന്നെ BJPയുടെ എക്കാലത്തെയും എ ക്ലാസ് മണ്ഡലം, കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്നൊക്കെയുള്ള ഒരുപാട് ഖ്യാതി ആ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ നേമം നിയോജക മണ്ഡലത്തിൽ BJP പ്രതീക്ഷിക്കുന്നുമില്ല. വോട്ടർമാരുടെ മനസ്സും അത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കുകയും ചെയ്യുന്നത്. അവസാന നിമിഷം ചിത്രത്തിലേക്ക് എത്തിയ ശബരിനാഥ് ഒരു പക്ഷേ 2ാം സ്ഥാനത്തേക്കും മന്ത്രി കൂടിയായിരുന്ന വി ശിവൻകുട്ടി 3ാം സ്ഥാനത്തേക്കും പോകുമെന്നുള്ളതാണ് നിലവിലെ ഇപ്പോഴത്തെ അവിടുത്തെ ഏകദേശ വിലയിരുത്തൽ. ശാലിനി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കാട്ടാക്കടയിലായി കഴിഞ്ഞാലും തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം, ഇങ്ങനെ നഗരസഭയുടെ പരിധിയിൽ വരുന്ന ഈ മണ്ഡലങ്ങളിലൊക്കെയും വിജയം സുനിശ്ചിതമാണ് എന്നുള്ള വിലയിരുത്തലാണ് NDA ക്യാമ്പുകളുള്ളത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എത്തുന്നു, അമിത്ഷാ എത്തുന്നു, കേന്ദ്ര നേതാക്കൾ എത്തുന്നു. അങ്ങനെ വലിയ ഒരു ആത്മവിശ്വാസത്തോടെയാണ് അണികളായാലും നേതാക്കളായി കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജനകീയ പദ്ധതികൾ, വികസന പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, ജനക്ഷേമ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വോട്ട് തേടിയത്. പക്ഷേ അതേസമയം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടെ മുന്നിലേക്ക് വെക്കാൻ യാതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഭരണപരാജയം ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ശാലിനി പറഞ്ഞതുപോലെ തന്നെ തമ്മിൽ തല്ല് മാത്രമാണ് അവരുടെ ഒരു മുഖമുദ്ര. ഇതൊക്കെയും ജനങ്ങൾ തിരിച്ചറിയും, കൃത്യമായി വോട്ടായി മാറും എന്ന് NDA ക്യാമ്പുകൾ ഉറച്ച വിജയപ്രതീക്ഷയുടെ മുന്നോട്ട് പോകുമ്പോൾ വലിയ പരിഭ്രാന്തിയിലാണ്, ആശങ്കയിലാണ്, ഇടതായാലും വലതായാലും, അല്ലേ?
തീർച്ചയായും KP അങ്ങനെ തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പ്രചാരണത്തിന് എല്ലാ മുന്നണികൾക്കും കിട്ടിയത്. അപ്പോൾ മുതൽ തന്നെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി വികസനം മാത്രം പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് NDA പ്രചാരണ രംഗത്ത് സജീവമായത്. KP സൂചിപ്പിച്ചതുപോലെ തന്നെ LDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചു, എന്ത് നേടി എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. പ്രളയവും ഒപ്പം തന്നെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ദുരന്ത സമയത്ത് താങ്ങായി നിന്നു എന്ന് പറയുമ്പോഴും ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ കോടികൾ എവിടെയെന്നൊരു ചോദ്യമുണ്ട്. സർക്കാരിൻ്റെ ആർഭാടവും ധൂർത്തും ജനം വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ശബരിമലയിൽ നടന്ന നഗ്നമായ നിയമലംഘനങ്ങൾ, ആചാര സംരക്ഷണത്തിന് നിൽക്കേണ്ട സർക്കാർ ആചാരം ലംഘിക്കുന്ന കാഴ്ച, ഇതൊക്കെ ജനം വിലയിരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ പോളിംഗ് ശതമാനം ഉയർന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് ഭരിച്ചപ്പോൾ എന്തായിരുന്നു കേരളത്തിൻ്റെ സ്ഥിതി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകാതെ വരുന്നു, തമ്മിലടി, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള SDPI വോട്ടുകളും അത്തരത്തിലുള്ള വോട്ടുകളും പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ജനം കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെയാണ് കേന്ദ്ര പദ്ധതികൾ കേരളത്തിലേക്ക് എത്തിയത്, കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. ജനം വിരൽത്തുമ്പിൽ വിവരങ്ങൾ അറിയുന്ന ഒരു കാലത്തേക്ക് എത്തിയതോടുകൂടി കൃത്യമായി ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ NDAക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ എത്തുന്നു, ഏകദേശം തിരുവനന്തപുരത്ത് തന്നെ റോഡ് ഷോ നടത്തുന്നു, കൂടാതെ തന്നെ തിരുവല്ലയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, കൂടാതെ പാലക്കാട് നടത്തിയ പരിപാടി, ഇതൊക്കെ വലിയ രീതിയിലുള്ള ജനപിന്തുണ മോദിയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ആ വോട്ടുകളൊക്കെ തന്നെ NDAയുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തൽ നമ്മൾ കണ്ടതാണ്. ആ വിലയിരുത്തൽ തന്നെയാണ് നഗരമേഖലകളിൽ ഈ വോട്ട് ശതമാനം ഉയർന്നത് വലിയ പ്രതീക്ഷയോടെ BJP കാണുകയും ചെയ്യുന്നത്. നഗരസഭയുടെ പരിധിയിൽ വരുന്ന വട്ടിയൂർക്കാവ് ആയിക്കോട്ടെ, കഴക്കൂട്ടം ആയിക്കോട്ടെ, കൂടാതെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ, നേമം അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ മുൻപ് ഒരു വർഷങ്ങളിലും ഉണ്ടാകാത്ത, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാത്ത പോളിംഗ് ശതമാനം ഉയർന്നത് വലിയ പ്രതീക്ഷയാണ് കാണുന്നത്. ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നിലവിലെ ഈ ഒരു വോട്ടിംഗ് ശതമാനം എന്നുള്ളതാണ് NDA വിലയിരുത്തുകയും ചെയ്യുന്നത്. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ശതമാനം എന്നുള്ളതാണ് NDA പറയുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇതായിരിക്കും 2 മുന്നണികളും മത്സരിക്കുന്നത്, 3 മുന്നണികൾ നേർക്കുനേർ മത്സരിക്കുന്ന ഒരു മത്സരത്തിൻ്റെ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പാകും ഇതെന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും കൂടാതെ NDAയുടെ നിയമത്തെ സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നിട്ടുണ്ട്, അത് വോട്ടായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് മുന്നണികൾ കാണുന്നത്. കൂട്ടിയും കീഴ്ച്ചും ഓരോ മണ്ഡലങ്ങളും ബൂത്തുകളും കേന്ദ്രീകരിച്ചുള്ള കണക്കുകൂട്ടലുകളിലും ആരൊക്കെ വോട്ട് ചെയ്തു, വോട്ട് ചെയ്തില്ല, എത്ര വോട്ടുകൾ അക്കൗണ്ടിലേക്ക് എത്തി എന്നൊക്കെയുള്ള പ്രവചനത്തിലും കണക്കുകൂട്ടലുകളിലുമാണ് മുന്നണികൾ ഈ മണിക്കൂറിലുള്ളത്. KP മികച്ച പോളിംഗ് ശതമാനത്തിൽ വിജയപ്രതീക്ഷകളോടെയാണ് മുന്നണികൾ. തിരുവനന്തപുരത്ത് നിന്നും S. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.